ഹലോ ഗൈസ്, അപ്പോൾ കുളിച്ചൊരുങ്ങിയിട്ട് അടുത്തൊരു ഓണപ്പരിപാടിക്ക് പോകണേ. ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പ്രവാസികളുടെ ഓണപ്പരിപാടി പറഞ്ഞാൽ കഴിയുകയില്ല, അടുത്ത ഓണം വരെ ഉണ്ടാവും ഈ പരിപാടികളൊക്കെ. കാരണം ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവും. അപ്പോൾ ഒരു ലീവിൽ എല്ലാവരും കൂടെ ഒരു പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ലീവിന് അടുത്ത ടീമുകളുടെ പരിപാടി ഉണ്ടാവും. അങ്ങനെ ഓരോ ആഴ്ചയ്ക്ക് ഓരോരോ പരിപാടികളാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ പരിപാടി. പിന്നെ ഞാൻ എത്താൻ കുറച്ച് വൈകി. അപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇത് എൻ്റെ റൂമിൽ നിന്ന് കുറച്ചടുത്താണ് ഈ ഒരു ഹോളുള്ളത്. ഇവിടെയാണ് മെയിൻലി എല്ലാ ഓണപ്പരിപാടികളും നമ്മുടെ മലയാളീസിൻ്റെയൊക്കെ ഉണ്ടാവും ഏകദേശം. പിന്നെ ഇതിപ്പോൾ കുട്ടികൾക്ക് ഒരു ബോറടി വേണ്ടാത്ത കുട്ടികളുടെ ഒരു ഫാഷൻ ഷോയും അതെന്തായാലും നന്നായി. കാരണം എല്ലാവരും അടിപൊളിയായിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് ഒരു പരിപാടി കൊടുത്തപ്പോൾ അവർക്കൊരു ഹാപ്പിയായി. ഇനിയിപ്പോൾ മെല്ലെ സദ്യക്കുള്ള പരിപാടികൾക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് പോയതാ. അവിടെ ഞാൻ കൊടുക്കാത്ത തിരക്ക് ഞാനായി നിന്ന് വിറക്കും ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ എത്തി. പിന്നെ മെല്ലെ ഏസറ തൊട്ട് പോയി തീർന്നു ഞാൻ. അപ്പോഴേക്കും ഫുഡ് എത്തി. അതെന്തായാലും കലക്കും ചെയ്തു. അടിപൊളി ഫുഡ്. പിന്നെ അപ്പോഴേക്കും പറഞ്ഞു അവർ ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്, അത് അടിപൊളി. അപ്പോൾ ഞാനും എന്നാൽ പിന്നെ അത് കാണാൻ വിചാരിച്ചു. ഞാനും അത് ആദ്യത്തെ കാണുന്നത്. പക്ഷെ അതെന്തായാലും അടിപൊളിയായിരുന്നു ആ പരിപാടി. അതും കഴിഞ്ഞ് മെല്ലെ നമ്മുടെ പാടും നോക്കിയെത്തി. ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ടാറ്റ ബൈ ബൈ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ റൂമിലേക്ക് പോയി. അങ്ങനെ അടുത്ത ലീവും കഴിഞ്ഞു. ശരി എന്നാൽ.